നിങ്ങളുടെ സ്വഭാവത്തെ നിങ്ങളെ നന്നാക്കണേ. കാരണം എന്തെന്നറിയോ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു സ്വഭാവ സംസ്കരണമുള്ള സ്വഭാവ മഹിമയുള്ളവരല്ല ഇഷ്ടപ്പെടുകയാ. സഹോദരങ്ങളെ ചിന്തിക്കണേ. കാരുണ്യത്തിന്റെ പ്രവാചകനൊരിക്കൽ പറയുകയാണ്, അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, കാരുണ്യവാൻ അല്ലാഹു നമുക്ക് നൽകിയ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന് ഏറ്റവും അടിത്തട്ടിലാർക്കാണ് അല്ലാഹു അവസരം കൊടുക്കുന്നത്. അനുഗ്രഹീതമായ സ്വർഗത്തില് ഒരു മനോഹരമായ വീട് നിർമ്മിച്ചു കൊടുക്കും. എവിടെയെന്നറിയോ, സ്വർഗത്തിന്റെ അടിത്തട്ടിൽ അല്ലാഹു ഒരു കെട്ടിടം നിർമ്മിക്കുകയാ. മനോഹരമായ ഒരു ഒറ്റമുറ്റിനാലുള്ള വെള്ളക്കൊട്ടാരം അല്ലാഹു നിർമ്മിക്കുകയാണ്. ആർക്കാണ്? ലിമൻ തറക്കൽ മിറാ വഇൻകാന മുഹിഖാ. അവന് തർക്കം ഉപേക്ഷിച്ചവനാണ്. അവൻ പറയുന്നതിന് ന്യായമാണെങ്കിലും ശരി, തർക്കം മാറ്റിവെച്ചവൻ അല്ലാഹു കൊടുക്കുന്നത് സ്വർഗത്തിൽ എവിടെയാണ്? അടിത്തട്ടിൽ ഒരു മനോഹരമായ സൗധം അവന് വേണ്ടി അല്ലാഹു കൊടുക്കുമെന്നാണ്. തർക്കം ഒഴിവാക്കുന്നവന് സ്വർഗത്തില് ഏറ്റവും അടിത്തട്ടിൽ മനോഹരമായ ഒരു വീട് അല്ലാഹു അവന് നൽകുമെന്നാണ്. ഇത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഇപ്പൊ മുസ്ലിം ഉമ്മത്തിന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അല്പാൽപമായിട്ടല്ല, JCB കൊണ്ടുവന്ന് ബുൾഡോസർ രാജ് പോലെ UP-യിലെ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP-യിലെ അവിടെ നടക്കുന്ന ബുൾഡോസർ രാജിന് സമാനമായി ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പോഴും മൈക്ക് വെച്ച് കെട്ടിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊഞ്ഞനം കുത്തുന്നു, അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊഞ്ഞനം കുത്തുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് തെറി വിളിക്കുന്നു, അവൻ ഇങ്ങോട്ട് തെറി വിളിക്കുന്നു. ഏത് വിഷയത്തിലാ? വിരളനക്കുന്ന വിഷയത്തില്, കൈ കെട്ടുന്ന വിഷയത്തില്. ഇതൊക്കെ 4 മതിൽക്കെട്ടിന്റെ ഉള്ളിലാക്കി കൂടെ? ഇതൊക്കെ എന്തിനാ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് കാണിക്കുന്നത്? മുസ്ലിം ഉമ്മത്തിന്റെ ഏതെങ്കിലും ശാഖാപരമായ വിഷയങ്ങളുള്ള ചർച്ചകൾ അത് പരിഹരിക്കേണ്ട സ്ഥലങ്ങളിൽ പരിഹരിച്ചാ പോരെ? എന്തിനാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ വികൃതമാക്കിയിട്ട് മുസ്ലിം ഉമ്മത്തിനെ ഇപ്പോഴും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്? ഓരോരുത്തർക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. നല്ല ആരോഗ്യവും നല്ല തടിയും നല്ല സാമർഥ്യവും നല്ല ആകാര സൗട്ടവും ഒക്കെ ഉള്ള ചില ആളുകളുണ്ട്. അവരൊക്കെ നല്ല കുന്താലിയും മൺവട്ടിയും മൺകോരിയും എടുത്ത് പൊരയിടത്തിലിറങ്ങി കിളച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പകരം ഒരു മൊബൈൽ ഉണ്ടാക്കി ഒരു ക്യാമറയും വാങ്ങി ആ ക്യാമറ ഓൺ ചെയ്ത് അവിടെ ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെതിരെ, ഖുർആനിനെതിരെ, ഹദീസിനെതിരെ ഛർദിക്കുകയാണ്. എന്നിട്ടോ അതിനെ ലൈക്ക് അടിക്കാൻ വേണ്ടി കിട്ടി ഇവിടത്തെ ക്രിസംഗികൾ, ഇവിടത്തെ ഫാസിസ്റ്റുകൾ അവരവന് സപ്പോർട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഇസ്ലാമിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നിമാര് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പറ്റി ആക്ഷേപിക്കുന്നു. ഒരിക്കലും അത് ചോദിക്കാനില്ലല്ലോ, ഒരാളൊന്ന് കേസ് കൊടുക്കാനില്ലല്ലോ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പറ്റിയിട്ടൊക്കെ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ വിഷയങ്ങളിൽ മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടവൻ ഇടപെടേണ്ട കാര്യമുണ്ടോ? ഇവിടത്തെ ഓണാഘോഷം ഇവിടത്തെ സഹോദര സമുദായങ്ങൾ നടത്തട്ടെ. എന്തിനാണ് മുസ്ലിമീങ്ങൾ ചെന്നിട്ട് ആ ആഘോഷത്തിന്റെ ഇടയ്ക്ക് തൃക്കാക്കരാപ്പന്റെ പേരിലുള്ള ഈ പറയപ്പെടുന്ന ആഘോഷത്തിൽ എന്തിനാണ് മുസ്ലിം സഹോദരങ്ങൾ പോയിട്ട് തലയിടുന്നത്? പെരുന്നാൾ ആഘോഷത്തിന്റെ പേരിൽ ഏതെങ്കിലും മറ്റ് സഹോദരങ്ങൾ നമ്മുടെ ആഘോഷത്തിൽ കടമെടുത്തുകൊണ്ട് അവർ നടത്തുന്നുണ്ടോ? മുമ്പ് കാലങ്ങളിൽ എത്ര മനോഹരമായി നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഹിന്ദു സഹോദരൻ ഓണാഘോഷത്തിന്റെ പേരിൽ അവൻ നമുക്ക് തരുന്ന പായസം, അവന്റെ പുളിമരത്തിൽ കെട്ടുന്ന ഊഞ്ഞാലിൽ നമ്മളെ ആട്ടുന്നു, നമ്മളും ആടുന്നു, നമ്മുടെ മക്കളും ആടുന്നു. എത്ര സന്തോഷമായിരുന്നു. ഇപ്പോ ചന്ദന കളർ സാരിയൊക്കെ ഉടുത്തിട്ട് കൂളിംഗ് ഗ്ലാസും വെച്ച് താത്താമാർ ഇറങ്ങിയിരിക്കുക. ഇത് പറഞ്ഞാൽ നാളെ സക്കറിയ മറുനാടൻ മലയാളിക്കും അതുപോലെ തന്നെ കർമാനൂസിനും അതുപോലെ തന്നെ നെതർലാൻഡിൽ ഇരുന്നു കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന അവനൊക്കെ ഇതൊക്കെ നല്ലൊരു വടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങള് മതത്തിന്റെ അതിർവരമ്പ്
ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയേണ്ട ഡ്യൂട്ടിയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രവർത്തിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പടച്ചവരും തമ്മിലായിക്കോ, അള്ളാഹും തമ്മിലായിക്കോ. പക്ഷേ ഇന്ന് പ്രഭാഷകരെയും ആലിമീങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോ സങ്കടം തോന്നുകയാണ്. വഴലുകൾക്ക് കുറവൊന്നുമില്ല. തമിഴ്നാട്ടിൽ വഴലുണ്ടോ ഇത്രയും? കർണാടകയിൽ ഇത്രയും വഴലുണ്ടോ? അല്ലെങ്കിൽ ഗുജറാത്തിലുണ്ടോ വഴല്? ഉത്തർപ്രദേശിലുണ്ടോ? ഡൽഹിയിലുണ്ടോ? രാജസ്ഥാനിലുണ്ടോ? ഏതെങ്കിലും പ്രദേശത്ത് ഇതുപോലെ വഴലുണ്ടോ കേരളത്തിലല്ലാതെ? ഇല്ല. ഏറ്റവും കൂടുതൽ വഴല് നടക്കുന്ന കേരളത്തിലാ. എല്ലാ കോപ്രായങ്ങളുടെയും അസ്ഥി, അതിന്റെ അസ്ഥിവാരം, അതിന്റെ ബേസ് അത് കേരളത്തിലാണ്. എല്ലാ പ്രശ്നങ്ങളുടെയും. എന്തുകൊണ്ടാണ്? നമുക്ക് ദീൻ കൂടിപ്പോയോ? നമുക്ക് പണ്ഡിതന്മാര് കൂടിപ്പോയോ? എവിടെയാ നമുക്ക് താളം തെറ്റിയത്? സഹോദരങ്ങളെ, മനസ്സിലാക്കി നമ്മൾ ഇന്നും ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവില് സ്ക്രീൻ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. വളരെ സങ്കടമുണ്ട്, വലിയ വലിയ വിഷമമുണ്ട് ആ വിഷയത്തിലൊക്കെ. അതുകൊണ്ട് പറയുന്നത് സത്യമാണെങ്കിലും, നീ പറയുന്നതാണ് ന്യായമെങ്കിലും തർക്കിക്കാതിരുന്നാൽ നിനക്ക് അള്ളാഹു തരുന്ന കെട്ടിടം എവിടെയാണ്? സ്വർഗത്തിന്റെ റബ്ബുൽ ജന്ന, സ്വർഗത്തിന്റെ അടിത്തട്ടിലാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഞാൻ ജാമ്യം നിൽക്കുകയാണ് അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു മനോഹരമായ രമ്യകർമ്മം നിനക്ക് ഞാൻ തരാ. ലിമന കളവ് പറയാത്തവനാണ്, അത് തമാശക്കാണെങ്കിൽ പോലും. തർക്കം ഒഴിവാക്കുന്നവൻ, അവൻ സത്യമാണ് പറയുന്നതെങ്കിൽ പോലും കളവ് ഉപേക്ഷിക്കണം. അവൻ വലിയ തമാശക്കാരനാണെങ്കിൽ പോലും, അവൻ വലിയ ജോക്കറാണ്, വലിയ തമാശക്കാരനാണ്. തമാശയ്ക്ക് വേണ്ടി കളവ് പറയാൻ പോലും ഇസ്ലാം അനുവാദം തരുന്നില്ല. അതുകൊണ്ട് തന്നെ നീ കളവ് ഉപേക്ഷിച്ചാൽ നിനക്ക് സ്വർഗത്തിന്റെ മധ്യഭാഗം അതാർക്കാണ്? സ്വർഗത്തിന്റെ ഏറ്റവും മുകളിൽ ഒരു കെട്ടിടം നിനക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുകയാ. നീ ആരായാൽ ആരുടെ സ്വഭാവം നന്നാവുന്നുണ്ടോ, ആരുടെ സ്വഭാവം നല്ല സ്വഭാവമാകുന്നുണ്ടോ, അവന് സ്വർഗത്തിന്റെ ഏറ്റവും മുകളിൽ ഒരു കെട്ടിടമുണ്ടെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വഭാവം നല്ലതാക്കുക, ആളുകളോട് പെരുമാറ്റം നല്ലതാക്കുക. നേരെ പുലരുന്നവരെ സംസാരിച്ചാൽ നമുക്ക് മടുപ്പ് വരില്ല. ചില ആളുകളോട് സംസാരിച്ചാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കും. നമ്മൾ ആരെ പറ്റി ഒന്നും പറയാതിരിക്കുക, നമ്മൾ നമ്മളെ പറ്റി പറയാ. ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാണ്? നിന്നെ കാണുമ്പോൾ അള്ളാഹുവിനെ പറ്റി നിന്നോട് പറയാ, നീ ഇല്ലാത്തപ്പോൾ നിന്നെ പറ്റി അള്ളാഹുവിനോട് പറയുക. അങ്ങനത്തവനാകണം നമ്മളെ കൂട്ടുകാരൻ. ചങ്ക് ബ്രോ എന്ന് പറഞ്ഞാൽ, സുഹൃത്ത് എന്ന് പറഞ്ഞാൽ മതി. ചങ്ക് ബ്രോ എന്ന് പറയുന്നത് എന്തിനാണ്? സു എന്ന് പറഞ്ഞാൽ നല്ലത്, ഹൃത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം, സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയം. അതിനാണ് ചങ്ക് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല സ്നേഹിതൻ, സുഹൃത്ത്, നിന്റെ ചങ്ക് ബ്രോ അതാരാകണം? നിന്നെ കാണുമ്പോ നിന്നോട് പറയേണ്ടത് അള്ളാഹുവിനെ പറ്റിയാകണം. നീ മാറിയാൽ നിന്നെ പറ്റി അള്ളാഹുവിനോട് പറയണം, അള്ളാഹുവേ എന്റെ സുഹൃത്താണ്, എന്റെ സഹോദരനാണ്, എന്റെ കൂട്ടുകാരനാണ്, അവനെ നീ എല്ലാ ആപത്തിൽ നിന്നും കാക്കണം. ഞങ്ങളുടെ ബന്ധം നീ നഷ്ടപ്പെടുത്തരുത്, സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഇതുപോലുള്ള ബന്ധം നൽകണം എന്ന് പറഞ്ഞ നിന്നെ പറ്റി റബ്ബിനോട് സംസാരിക്കുന്നവനാകണം നിന്റെ സുഹൃത്ത്. അല്ലാതെ നമ്മളെ കാണുമ്പോ നിങ്ങൾ എന്ത് സെറ്റപ്പാ, നിങ്ങളെ ഉള്ളൂ, എനിക്ക് വേറെ ആരും ഇല്ല എന്നും പറഞ്ഞ് തട്ടിപ്പോക്കും. നമ്മളങ്ങോട്ട് മാറിയാലോ അവൻ ആരെന്നറിയോ, ഇതുപോലത്തെ ഉണ്ടാവൂല, അവൻ ആരെന്ന അവന്റെ വിചാരം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റി തിന്നും ആളുകളോട്. അങ്ങനത്തവനല്ല നമ്മളെ കൂട്ടുകാരൻ. സ്വഭാവം നന്നാക്കണം. ഏറ്റവും മർമ്മം, ഏറ്റവും ബേസ്, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്വഭാവം നന്നാക്കലാണ്.
നമ്മുടെ സ്വഭാവം നന്നാക്കിയാൽ നമ്മൾ ആരും ഉപദ്രവിക്കില്ല. ഉപദ്രവിക്കോ? ഒരു മനുഷ്യൻ നമ്മളെ ഒരാളും ഒന്നും പറയില്ല. സ്വഭാവം നന്നായാൽ മതി. പണ്ട് ഒരു എഴുത്തുകാരന്റെ മനോഹരമായ തന്റെ വരികളാണ് പറയുന്നത്. ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഒന്നുമില്ല. ഇപ്പൊ അങ്ങനെയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ അത് പിടിച്ചിട്ട് പിന്നെ വാദപ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 വരി പല്ല്, 32 പല്ലുകൾ 2 വരിയായി നിരന്ന് നിൽക്കുമ്പോ അതിനോട്, നാവിനോട് ഈ പല്ലുകൾ പറഞ്ഞു പത്രേ, ഞങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ മതി, നിന്റെ കാര്യം കഴിയും. ശരിയല്ലേ? 2 വരി പല്ല്, മനസ്സ് വെച്ചാൽ മതി, നാവ് 2ആയി മുറിഞ്ഞ് നിലത്ത് വീഴും. അതുകൊണ്ട് നാവിന്റെ കാര്യം കഴിഞ്ഞു. നാവ് എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ 2 വരിയായി നിന്ന് 32 പേര് ശ്രമിച്ചാലല്ലേ എന്നെ നശിപ്പിക്കാൻ കഴിയൂ. ഞാൻ ഒറ്റൊരുത്തം വിചാരിച്ചാൽ മതി, നിങ്ങൾ 32 പേരും സെക്കൻഡുകൾക്ക് നിലത്ത് വീഴും. നമ്മൾ ഏതെങ്കിലും ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക്. സഹോദരങ്ങളെ, നമുക്കുണ്ടാകേണ്ടത് നല്ല സ്വഭാവം. ആരോട് സംസാരിച്ചാലും നല്ല സംസാരം. നമ്മൾ ചെല്ലുമ്പോ ആളുകൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകരുത്. നമ്മൾ ആർക്കും ഒരു ഭാരമാകരുത്. നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടാകരുത്. എന്തിനാണ് നമ്മൾ ബുദ്ധിമുട്ടാകുന്നത്? അതുകൊണ്ട് സ്വഭാവം, അങ്ങനെ നല്ല സ്വഭാവമുള്ളവൻ, അഹ്സിനു, നിങ്ങൾ നല്ല സ്വഭാവമുള്ളവരാക്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിൻ, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുക. നിങ്ങൾക്ക് സ്വർഗ്ഗത്തിന്റെ ഏറ്റവും മുകളിൽ അല്ലാഹുവിന്റെ ഫിർദൗസ് എന്ന സിംഹാസനത്തിന്റെ തൊട്ടു താഴെ നിങ്ങൾക്ക് മനോഹരമായ ഒരു സൗധം അല്ലാഹു പണി കഴിപ്പിച്ചു എന്ന് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സുരിൽ മഹ്കമ മർറത്തും ഫിൽ ആമി, കൊല്ലത്തിൽ ഒരിക്കൽ എവിടെ പോകണം? കോടതിയിൽ ഒന്ന് പോകണം. എങ്കിലേ നമ്മുടെ സ്വഭാവ മഹിമ അറിയാൻ പറ്റും. ഇനി 2 നോക്കിക്കോ, ചുരുക്കി ഞാൻ പറയാം. രണ്ടാമത് സുരിൽ മുസ്തഷ്ഫ, നീ ഹോസ്പിറ്റൽ സന്ദർശിക്കണേ. മർറത്തും ഫിൽ ശഹരി, മാസത്തിൽ ഒരു ദിവസം, ഒരു മാസത്തിൽ ഒരു ദിവസം നീ ഹോസ്പിറ്റലുകൾ സന്ദർശിക്കണം. എന്തിനെന്നറിയോ? അല്ലാഹു നിനക്ക് തന്ന ആരോഗ്യത്തിന്റെ വലിപ്പമറിയാ. ഇന്ന് നിനക്ക് വല്ലാത്ത തലവേദനയാ, ഇന്ന് നിനക്ക് വല്ലാത്ത നടുവേദനയാണ്, കാലുവേദനയാണ്, കാലിന് പെരുപ്പാണ്. നീ പറയുന്നത് എന്താണ്? വല്ലാത്ത അസുഖമാണ്, വല്ലാത്ത രോഗമാണ്, ശരീരത്തിന് താങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, തലവേദനയാണ്, കിടക്കാൻ പറ്റുന്നില്ല, നടുവേദനയാണ്, നടക്കാൻ പറ്റുന്നില്ല, കാല് തരിപ്പാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, മുസ്തഷ്ഫ, നിങ്ങൾ ഹോസ്പിറ്റലുകളൊന്ന് സന്ദർശിക്കണം. എപ്പോഴാണ്? മർറത്തും ഫി ശഹരി, മാസത്തിൽ ഒരു വട്ടം നിങ്ങളൊന്ന് പോകണം. എന്തിനെന്നറിയോ? രോഗിയായിട്ടല്ല, രോഗിയുടെ കൂട്ടിരിപ്പുകാരായിട്ടല്ല, പേഷ്യന്റ് ആയിട്ടല്ല, ബൈസ്റ്റാൻഡർ ആയിട്ടല്ല. പിന്നെയോ സഹോദരാ, അല്ലാഹു നിനക്ക് തന്ന ആരോഗ്യത്തിനെ പറ്റി ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാ. എന്റെ പൊന്നു സഹോദരങ്ങളെ, മെഡിക്കൽ കോളേജിലൊന്ന് പോകാൻ കഴിയോ? RCCയിലൊന്ന് പോകാൻ കഴിയോ? അതുപോലെ തന്നെ മറ്റേ ശ്രീചിത്ര ഹോസ്പിറ്റലിലൊന്ന് പോകാൻ കഴിയോ? വേണ്ട സഹോദരങ്ങളെ, മലബാറും മാവേലിയും എക്സ്പ്രസ് ഇതുവഴി വരുമ്പോ മലബാറിലും മാവേലിയിലും പരശുറാമിലും നിങ്ങള് മാവേലിക്കരയിൽ നിന്നോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിൽ നിന്നോ, നിങ്ങള് കായംകുളത്ത് നിന്നോ ഓച്ചറയിൽ നിന്നോ രാവിലെ പോകുന്ന ഏതെങ്കിലും ഒരു ട്രെയിനിൽ നിങ്ങളൊന്ന് കയറി നോക്ക്. സുബ്ഹാനല്ലാഹ്, RCCയിലെ കവറും പിടിച്ചുകൊണ്ട് നൂറുകണക്കിന് രോഗികളാണ് ആശുപത്രികളിലേക്ക് മലബാറിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുക. അവർക്ക് അല്ലാഹു കൊടുത്ത രോഗമാണ്, അവർക്ക് അല്ലാഹു കൊടുത്ത രോഗമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് എന്ത് രോഗമാ തന്നത്? ആളുകൾ നമ്മളെ കാണുമ്പോ വാരിപ്പുണരുന്നില്ലേ, കെട്ടിപ്പിടിക്കുന്നില്ലേ? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, 4 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി മണപ്പള്ളി എന്ന പ്രദേശത്ത്, മണപ്പള്ളി പള്ളിയോട് ചേർന്നുള്ള ഒരു ബഹുമാനപ്പെട്ട പണ്ഡിതൻ, ഒരു സഖാഫിയാണ്.
സലാഹുദ്ദീൻ സഖാഫി എന്ന പേരുള്ള ഒരു മതപണ്ഡിതനാണ്. സഹോദരങ്ങളെ, ഇന്ന് മണപ്പള്ളിയിൽ ഖതീബ് മുദരിസുമായിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ്. അദ്ദേഹം എന്നോട് പറയുന്ന സലാഹുദ്ദീൻ സഖാഫിയെ പോലെ കിതാബ് തിരിയുന്ന പണ്ഡിതന് വേറെയില്ല. നല്ല സമർത്ഥനാണ്, നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു. കോളേജ് പഠനം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് അല്ലാഹു ഒരു രോഗം കൊടുത്തു. ബഹുമാനപ്പെട്ട ജലീൽ മന്നാൻ എന്നോട് പറഞ്ഞത് എന്റെ സുഹൃത്താണ്, പക്ഷെ മുസാഫഹത്ത് ചെയ്യാൻ കൈതരില്ല. അദ്ദേഹത്തിന്റെ ശരീരഭാഗത്ത് ചില രോഗങ്ങൾ പിടിച്ചപ്പോ അദ്ദേഹം എല്ലാവരിൽ നിന്ന് അകന്നു നിൽക്കുകയാണത്രേ. സഹോദരങ്ങളെ, 4 ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. ഇന്നലെ 3 1.5 വയസ്സുള്ള പൊന്നുമോന വീട്ടിലെ അനാഥനാണ്. പ്രിയപ്പെട്ട ഭാര്യ വിധവയാണ്. ആ സഹോദരന് വേദനകളില്ലാത്ത ഖബറിലേക്ക് പോയിരിക്കുകയാ. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അല്ലാഹു മർഹമത്ത് കൊടുക്കട്ടെ. നല്ല പോലെ തന്റെ പ്രാണപ്രേയസിയെ തന്റെ ജീവിതത്തിൽ സന്തോഷിപ്പിക്കാൻ കഴിയാതെ യാത്രയായ പ്രിയപ്പെട്ട സലാഹുദ്ദീൻ സഖാഫി. സഹോദരങ്ങളെ, പാവപ്പെട്ട ഭാര്യ എത്ര ക്ഷമയോടെയാണ്, എത്ര സന്തോഷത്തോടെയാണ്, ആവേശത്തോടെയാണ് തന്റെ പ്രിയപ്പെട്ടവനോട് താമസിച്ചത്. ആ പ്രിയപ്പെട്ട ഭാര്യ ഇന്ന് വിധവയാണ്, ഇദ്ദയിലാണ്. 1.5 വയസ്സുകാരന് പിച്ച വെക്കാൻ നേരത്തെ തന്റെ വാപ്പയില്ല കൈപിടിച്ച് നടത്താൻ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അല്ലാഹു ഒരു രോഗം നമുക്ക് തന്നാൽ നമ്മുടെ കൈ പിടിക്കുന്നവർ പിന്നെ പിടിക്കാൻ വരില്ല. നമ്മളെ വാരി പുണരുന്നവർ പിന്നെ നമ്മുടെ ശരീരത്ത് തൊടില്ലല്ലോ. കോവിഡ് നമ്മളെ കണ്ടതല്ലേ. കോവിഡ് വന്നപ്പോ ജീവനതുല്യം സ്നേഹിച്ചവരെ, മരണപ്പെട്ടു പോകുന്ന പ്രിയപ്പെട്ടവരെ മയ്യത്തടക്കുമ്പോ എത്രയോ മീറ്റർ അപ്പുറപ്പുറന്ന് മാറി നിന്ന് തന്റെ വാപ്പയുടെ മയ്യത്ത് ബുൾഡോസറിന്റെ കൈ കൊണ്ട് പപ്പടി താഴ്ചയിലേക്ക് വലിച്ചെറിയുന്നത് കണ്ടുപോയ എത്ര മക്കളാണ്, എത്ര പ്രിയപ്പെട്ടവരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യത്തിന്റെ വലിപ്പമറിയണോ സഹോദരാ? നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഒരു ജിംനേഷ്യത്തിൽ പോയതുപോലെ നല്ല മസിൽ വേണമെന്നില്ല. ഏറ്റവും നല്ല അനുഗ്രഹമായി ഇന്ന് ആളുകൾ പറയുന്നത് ശരീരത്തിന് തളർവാദമില്ലാതെ ശരീരത്തിന്റെ ഭാഗങ്ങൾ തളർന്നു പോകാത്തൊരു മനുഷ്യനുണ്ടല്ലോ. അവനോട് പറഞ്ഞാൽ അവൻ അറിയില്ല. പക്ഷെ കിടപ്പിലും മലമൂത്ര വിസർജനം ചെയ്യുന്നവര്, ട്യൂബിട്ട് മലവും മൂത്രവും പുറത്തെടുക്കുന്നവര്, കഴുത്തിന് ദ്വാരമുണ്ടാക്കിയിട്ട് ട്യൂബിലൂടെ ജ്യൂസാക്കിയിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്ന പാവപ്പെട്ട സഹോദരങ്ങളോട് ചോദിച്ചു നോക്കണം, ഏറ്റവും വലിയ നിയമത്തേതാണ്? അമ്പര ചുംബികളല്ല, ബിസിനസ് സാമ്രാജ്യങ്ങളല്ല, ബാങ്ക് അക്കൗണ്ടുകളല്ല, റബ്ബർ എസ്റ്റേറ്റുകളല്ല. ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? ശീതീകരിച്ച വീടല്ല, വിദേശ നിർമ്മിത വാഹനങ്ങളല്ല, വീട്ടുമുറ്റത്ത് പാറിക്കളിക്കുന്ന പൊന്നോമനകളല്ല. ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് ചോദിക്കുമ്പോ കിടക്കുന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നവരെ പറയുന്നത് ആരുടെയും സഹായമില്ലാതെ മൂത്രമൊഴിക്കണമെന്ന് തോന്നുമ്പോൾ എഴുന്നേറ്റിട്ട് ബാത്റൂമിൽ ചെന്നിട്ട് അവന്റെ ആവശ്യം നിർവഹണം കഴിഞ്ഞ് ശൗച്യം ചെയ്തിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഡോർ ക്ലോസ് ചെയ്തിട്ട് അവന്റെ ബെഡിലേക്ക് കടന്നു വന്ന് അവനൊന്ന് വിശ്രമിക്കാൻ ആർക്ക് ആരോഗ്യമുണ്ടോ? അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് കിടപ്പ് രോഗികൾ പറയും. സഹോദരാ, അല്ലാഹു നമുക്കൊരു രോഗവും തന്നിട്ടില്ല, അല്ലാഹു നമുക്ക് അസുഖങ്ങളൊന്നും തന്നിട്ടില്ല. ഒരു പനിയോ ഒരു തലവേദനയോ തരുമ്പോ തളർന്നു പോകുന്ന മുസ്ലിം ഉമ്മത്ത്, അല്ലാഹു രോഗങ്ങളെ തന്നവര്, അല്ലാഹു രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിച്ചവര് ആശുപത്രികളിൽ ചെന്ന് കണ്ടാൽ നിനക്ക് അല്ലാഹു തന്ന ആരോഗ്യത്തിന്റെ വില മനസ്സിലാകും മോനെ. അല്ലാഹു നിനക്ക് തന്ന ആരോഗ്യത്തിന്റെ വില നിനക്ക് തിരിച്ചറിയാൻ കഴിയോ? എന്നിട്ടാണ് നീ അല്ലാഹുവിന് ശുക്ർ ചെയ്യേണ്ടത്. അതുകൊണ്ട് സുരിൽ മുസ്തഷ്ഫ, നീ ആശുപത്രി സന്ദർശിക്കണേ. മറത്തം വിശകിരി, മാസത്തിൽ ഒരിക്കലെങ്കിലും നീ ആശുപത്രി ഒന്ന് കാണണേ. അല്ലാഹു നിനക്ക് തന്ന ആരോഗ്യത്തിന്റെ വലിപ്പം അറിയാൻ.
ഒന്ന് പോകണം. ആശുപത്രിയിൽ എല്ലാ വർഗീയതയും മാറും. എവിടെ പോയാൽ മദ്രസയിൽ കയറി നിന്നിട്ട് ഉസ്താദ് പറയുന്നു ഈ വരുന്നത് രാഷ്ട്രപിതാവാണെന്ന് പറയുമ്പോ ഇല്ല ആ തസ്തിയൊക്കെ വേറെ ആളുകൾക്ക് പോയി എന്ന് പറയുമ്പോ, സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ വലിപ്പമറിയാനും മനുഷ്യന്റെ ആയുസിന്റെ വലിപ്പമറിയാൻ, മനുഷ്യരെ തിരിച്ചറിയാൻ ഏതെങ്കിലും മൗലാനമാര് നടത്തുന്ന രാഷ്ട്രപിതാവ് ഇതാണ് എന്ന് മഹാത്മാഗാന്ധിജിയെ മറന്നുകൊണ്ട് മോഹൻ ഭാഗവതിനെ ചൂണ്ടിയിട്ട് ഇതാണ് രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന ഏതെങ്കിലും കാവി മൗലാനമാരുടെ കോളേജിലോ മദ്രസയിലോ പോയാൽ നിനക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയില്ല. പോകേണ്ടത് എവിടെയാണ്? അടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോ, അടുത്തുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ ഒന്ന് പോ. അവിടെ ചെന്ന് അവിടുത്തെ രോഗികളെ ഒന്ന് പരിശോധിക്കുക. എല്ലാ വർഗീയതയും മാറാൻ പറ്റിയ ഒരു സ്ഥലമാണ് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ. ഒന്ന് പോകണം എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് പോകണം. എത്ര വലിയ സങ്കടത്തോടു കൂടി നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് അസുഖം വന്ന് നമ്മൾ കൊണ്ടുപോയാലും അവിടെ ചെന്ന് OP ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ഡോക്ടറെ സമീപിച്ച് ആ ഡോക്ടറുടെ കൺസൾട്ടിങ് കഴിഞ്ഞ് നമുക്ക് ആ ചികിത്സയുടെ രീതികൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കും അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യത്തിന്റെ പവർ. അവിടെ നിന്ന് അവസാനിക്കും നമ്മുടെ വർഗീയത. അവിടെ അവസാനിക്കും നമ്മുടെ മറ്റുള്ള മോശമായ ചിന്തകൾ. എന്തുകൊണ്ടാണ്? ഒന്ന് പോകണം. 1 വയസ്സുള്ള കുട്ടിക്ക് കണ്ണിന് ക്യാൻസർ ബാധിച്ചിട്ട് ഒരു യാത്രയിൽ ട്രെയിനിന്റെ തൊട്ടു മുന്നിലുള്ള സീറ്റിലിരുന്നിട്ട് എന്നെ നോക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ, ഞാനും നോക്കുമ്പോ വീണ്ടും എന്നെ നോക്കുന്ന സഹോദരൻ ഓടി വന്നിട്ട് ഉസ്താദല്ലേ എന്ന് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട മകൻ 1.5 വയസ്സുള്ള മകന് ക്യാൻസർ ആണ്, ആ മകനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ്, വിദേശ രാജ്യത്തെ ജോലിയൊക്കെ അവസാനിപ്പിച്ച് ഞാനിപ്പോ വീട്ടിൽ തന്നെ ഉണ്ട്, ഒരു മോനെ ഉള്ളൂ, ആ മോന് ക്യാൻസർ ആണ് കണ്ണിന്. ഞാൻ നോക്കുമ്പോ കണ്ണിന് കുഴപ്പമൊന്നുമില്ല ഉസ്താദേ, 2 കണ്ണും പ്ലാസ്റ്റിക് ആണ്. 1.5 വയസ്സുള്ള മകന്റെ 2 കണ്ണും കൃത്രിമ കണ്ണുകളാണ്, കാണാൻ പറ്റില്ല. പിന്നെ അവിടെ ഒരു ദ്വാരമായി കിടക്കണ്ടല്ലോ, ഒരു കുഴിയായി കിടക്കണ്ടല്ലോ. അങ്ങനെ വലിയ വില കൊടുത്തിട്ട് 2 കണ്ണ് വാങ്ങി വെച്ചിരിക്കുകയാണ്. എൻ്റെ മോൻ എന്നെ കാണാൻ പറ്റൂല, ഈ പച്ച നിറം കാണാൻ പറ്റൂല. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ട്രെയിനിൽ കയറിയാൽ ആ ട്രെയിൻ ഓടുമ്പോ അതിന്റെ മനോഹാരിത കണ്ട് വാപ്പയും ഉമ്മയും വിളിച്ചിട്ട് അതെന്ത് ഇതെന്തെന്നൊക്കെ ചോദിക്കുന്ന ആ പ്രായം, 1.5 വയസ്സ് 2 വയസ്സോടടുക്കുന്ന പ്രിയപ്പെട്ട മകന് ആ ട്രെയിനിന്റെ ശബ്ദമല്ല ആ ബോഗിക്കകത്തിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട വാപ്പയെ കാണാനുള്ള കണ്ണില്ല. ഇത് കാണുമ്പോ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കും, അല്ലാഹുവേ നീ എത്ര ഔദാര്യം തന്നു എനിക്ക്, നീ എത്ര ഭാഗ്യം നൽകി എനിക്ക്. അള്ളാഹു നമുക്ക് ആരോഗ്യം നിലനിർത്തി തരട്ടെ. ഞാനൊരു ചെറിയ ദുആ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആരെങ്കിലും ഒരു രോഗിയെ കാണുമ്പോൾ നിങ്ങൾ പതുക്കെ പറഞ്ഞാൽ മതി, അവർ കേൾക്കരുത്. അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. ഇതൊരാൾ പറഞ്ഞാൽ ക്യാൻസർ പേഷ്യന്റിനെ കണ്ടു, നമ്മൾ ക്യാൻസർ രോഗിയാണെന്ന് അവർ പറയുമ്പോ നമ്മുടെ മനസ്സിൽ ഈ ദുആ വരണം, അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി. അല്ലാഹുവേ നിന്നെ പരീക്ഷിച്ച ആ പരീക്ഷണം എനിക്ക് തരാതെ എനിക്ക് ആഫിയത്ത് തന്ന അല്ലാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ട് ആ ദുആ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ രോഗം ഇവന് വരില്ല എന്ന് ഇന്ന് വരെ കളവ് പറയാത്ത സാദിഖുൽ മസ്ദൂഖ് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാൻ. ഒന്ന് എഴുതി പഠിച്ചോളി, ഒന്ന് എഴുതി. ലൈവ് കാണുകയാണല്ലോ, നിങ്ങൾ പോകുമ്പോൾ ഈ സമയം നോക്കി വെച്ചിട്ട് നിങ്ങൾ ആ ഭാഗം ഒന്ന് പഠിക്കുന്ന, അല്ലെങ്കിൽ ഉസ്താദുമാരിന് എഴുതി വാങ്ങ്. വഴന്ന് കേട്ടിട്ട് പോയിട്ട് കാര്യം വല്ലതുകൊണ്ടോ? ഒരു രോഗി, ഒരു പനി പിടിച്ചവൻ, ഒരു ക്യാൻസർ രോഗി, ഒരു തളർവാദം പിടിച്ചവൻ, ഒരു അപകടത്തിൽപ്പെട്ടവൻ, ഒരു സ്വാറിയാസിസ് പിടിക്കപ്പെട്ടവൻ, ഒരു മാനസിക രോഗി, ഇങ്ങനെ വ്യത്യസ്തമായ
രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവനെ കാണുമ്പോ അൽഹംദുലില്ലാഹ് അല്ലദീ അഫാനി മിമ്മ ബതലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല എന്നൊരാൾ പറഞ്ഞാൽ ആ രോഗം ഈ പറഞ്ഞവന് വരില്ല എന്ന് ഇന്നേ വരെ കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അത് നമ്മൾ മറക്കരുത്. ഞാൻ പറഞ്ഞു വന്നത് മാസത്തിൽ ഒരിക്കലും ആശുപത്രിയിലൊക്കെ പോകണം, ആശുപത്രി ഒന്ന് പോകണം, എന്നിട്ട് അവിടുത്തെ രോഗികളുടെ രോഗം ഒന്ന് കാണണം. കാലില് കമ്പിയിട്ടവൻ, കാലിലും കയ്യിലും കമ്പി തുരന്നിട്ടിരിക്കുന്നവർ, അവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ കാലുകൾ അള്ളാഹു ചലിപ്പിക്കാൻ തൗഫീക്ക് തന്നു. അള്ളാഹു തന്ന നിഅമത്തുകൾ. എന്റെ നാട്ടിലെ ഒരു മതപണ്ഡിതൻ, അദ്ദേഹത്തിന് ഷുഗർ വന്നിട്ട്, ന്യൂറോപ്പതി ഷുഗർ ബാധിച്ചിട്ട് അദ്ദേഹത്തിന്റെ കാലിൽ ഉപ്പൂറ്റിക്കാലിൽ ഒരു ആണി കൊണ്ടിട്ട് അദ്ദേഹം അറിഞ്ഞില്ല. സ്പർശനശേഷി ഇല്ലാതെ രോഗം പിടിപെട്ട പ്രിയപ്പെട്ട മതപണ്ഡിതൻ, അദ്ദേഹം കാലിലൂടെ ചോര ഒഴുകുന്നത് കണ്ടപ്പോഴാണ് ആണി പൊത്തു കയറിയ കാര്യം അറിയുന്നത്. കാലും മരവിപ്പാണ്. അവസാനം ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോ ആ ഉപ്പൂറ്റിയുടെ ഭാഗം, ആണി കയറിയ ഭാഗം മുഴുവനും അവരെ ചെത്തിയെടുത്ത് കളഞ്ഞു. ഇപ്പോ കാലും വെച്ച് കെട്ടിയിട്ട് വീട്ടിൽ വിശ്രമത്തിലാണ്. അല്ലാഹു ശിഫ നൽകട്ടെ. എന്തൊക്കെ രോഗങ്ങളാ സഹോദരങ്ങളെ! ഇതൊക്കെ കാണുമ്പോ നമ്മുടെ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? ഇപ്പോ അത് നല്ലതുപോലെ മുറിവ് ഉണങ്ങുന്നത് വരെ അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റില്ല. ഒന്നിടവിട്ട് ആശുപത്രിയിൽ പോയി അദ്ദേഹം ഡ്രസ്സ് ചെയ്ത് വീട്ടിലേക്ക് വീണ്ടും മടങ്ങി വരുന്നു. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴും നമുക്ക് നന്നായിട്ട് കാല് ചവിട്ടി നടക്കാനുള്ള തൗഫീക്കും ആരോഗ്യം അല്ലാഹു തന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആശുപത്രിയിൽ പോകണം. അതാ വേണ്ടത്. സുരിൽ മുസ്തഷ്ഫ മറത്തം ഫിശ്ശഹരി, മാസത്തിൽ ഒരിക്കലെങ്കിലും നീ ആശുപത്രിയിൽ പോകണം. എന്നാൽ നിനക്ക് അല്ലാഹു തന്ന ആരോഗ്യത്തെ തിരിച്ചറിയാൻ കഴിയും. ഒരിക്കൽ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആരാ അബ്ബാസ്? ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അല്ലിംനി ശൈഅൻ അസ്അലുഹുല്ലാഹ് ഖാല സലില്ലാഹൽ ആഫിയ. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? എനിക്ക് റബ്ബിനോട് ചോദിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരണം. എന്റെ റബ്ബിനോട് എനിക്ക് എപ്പോഴും ചോദിക്കാൻ വേണ്ടിയാണ്. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു അബ്ബാസ് തങ്ങളോട്, സലില്ലാഹൽ ആഫിയ, അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക, ആരോഗ്യത്തെയാണ് ചോദിക്കേണ്ടത്. അബ്ബാസ് തങ്ങൾ അവിടെ നിന്ന് പോയി കുറെ നാളുകൾ കഴിഞ്ഞിട്ട് വീണ്ടും മടങ്ങി വരികയാ. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അല്ലിംനി ശൈഅൻ അസ്അലുഹുല്ലാഹ്, എനിക്ക് എന്തെങ്കിലും വേറെ ഒന്ന് പറഞ്ഞു തരുമോ? എനിക്ക് റബ്ബിനോട് ചോദിക്കാനാണ് എന്ന് പറഞ്ഞാൽ ആ നേരത്തെ പഠിപ്പിച്ചതല്ലാത്തത് എന്തെങ്കിലുമാണ് ചോദിക്കുന്നത്. ആ സമയത്ത് നബി തങ്ങൾ പറയുന്നു, യാ അമ്മി യാ അബ്ബാസ്, നേരത്തെ വിളിച്ചിൽ നിന്ന് വ്യത്യസ്തമായി ബന്ധം പറഞ്ഞു വിളിക്കുകയാണ്. യാ അമ്മി യാ അബ്ബാസ്, എന്റെ കൊച്ചാപ്പ അബ്ബാസ്, സലില്ലാഹൽ ആഫിയത ഫി ദുനിയാ വൽ ആഖിറ, അല്ലാഹുവിനോട് ദുനിയാവിലും ആഖിറത്തിലും ആരോഗ്യത്തെയാണ് ചോദിക്കേണ്ടത്, അതിനപ്പുറം വേറൊന്നുമില്ല. എന്നിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, മാ സഅലല്ലാഹു ശൈഅൻ മാ സഅലല്ലാഹ ശൈഅൻ അഹബ്ബു ഇലൈഹി മിൻ അയസ്അലൽ ആഫിയ, അല്ലാഹുവിനോട് ചോദിക്കുന്നതിൽ പടച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം ഏതാണ്? നമ്മൾ ആരോഗ്യത്തെ ചോദിക്കുമ്പോഴാണ്. പണം ചോദിക്കുമ്പോൾ അല്ലാഹു ഇഷ്ടം വരില്ല. പണം ചോദിച്ചാൽ അല്ലാഹുവിന് ഇഷ്ടം. നമ്മൾ ചോദിക്കുന്നത് എന്താണ്? കുറെ സമ്പത്ത് തരണേ അല്ലാ, ജോലി തരണേ അല്ലാ, PSC ടെസ്റ്റിന് പാസ്സാവണേ അല്ലാ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ജോലിക്ക് വേണ്ടി ചോദിക്കുകയാണ്. അല്ലാഹ്ക്ക് അത് ഇഷ്ടമല്ല. ഇഷ്ടമില്ല എന്നോ അല്ലെങ്കിൽ തരില്ല എന്നോ അർത്ഥം വരുന്നില്ല. അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? നമ്മൾ റബ്ബിനോട് ചോദിക്കുക, പടച്ചോനെ എനിക്ക് ആഫിയത്ത് തരണേ അല്ലാ, നീ എനിക്ക് ആഫിയത്ത് തരണേ അല്ലാ, ആരോഗ്യം അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണ്? ഒരു മനുഷ്യന് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്തുകളിൽ ഒന്ന് ആഫിയത്താണ്. അത് തിരിച്ചറിയണമെങ്കിൽ ആശുപത്രിയിൽ പോകണം. മാസത്തിൽ ഒരു വട്ടം. അല്ലാഹു നമുക്ക് ആരോഗ്യം നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ.
ആരോഗ്യം അല്ലാഹു നമുക്ക് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാലം വരെ സഹോദരങ്ങളെ, ഒരു കാലം വരെ സൂറത്ത് യാസീൻ ദിവസവും നമ്മൾ ഓതുന്നവരല്ലേ? സൂറത്ത് യാസീൻ ഓതാത്തവരാരും ഇല്ലല്ലോ. സൂറത്ത് യാസീനിൽ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ആയത്താ. ഇപ്പൊ നല്ല ആരോഗ്യമുണ്ട്, ഇപ്പൊ നല്ല കാഴ്ചയുണ്ട്, ഇപ്പൊ നല്ല കേൾവിയുണ്ട്, എന്തു പറഞ്ഞാലും നമുക്ക് കേച്ച് ചെയ്യും. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് പിടിക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് നടക്കാം, സ്റ്റെപ്പ് കയറാം, സ്റ്റെപ്പ് ഇറങ്ങാം. ഇതൊക്കെ നമുക്കൊരു പ്രശ്നമില്ല അല്ലേ? എല്ലാത്തിനും അല്ലാഹു തആല നമുക്ക് ഇപ്പൊ നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്. എന്നാൽ സൂറത്ത് യാസീനിൽ കാണാം, ഇനി ഒരു കാലം വരാനുണ്ട്, ഇനി ഒരു പ്രായം നമുക്ക് വരാനുണ്ട്. ആ പ്രായത്തിൽ അല്ലാഹു ഇതിനെ കീഴ്മേൽ മറിക്കും. ഇതിനെ അല്ലാഹു പറയുകയാണ്, ആർക്കെങ്കിലും നാം ആയുസ് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ കുറെ നാളുകളെ ജീവിച്ചിരുന്നാൽ അവന്റെ സൃഷ്ടിപ്പിൽ നാം തലകീഴായി മറിക്കും എന്ന് പറഞ്ഞാൽ അഫലാ യഅഖിലൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അത് മനസ്സിലാക്കണേ. മറ്റൊരായത്തുണ്ട്, എന്തെന്നറിയോ? അല്ലാഹു നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രായം, നബിതങ്ങൾ കാവൽ തേടിയ ഒരു പ്രായമുണ്ട്. അതിന് പറയുന്നത് അർദലിൽ ഉംർ എന്നാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, വമിൻകും, നിങ്ങളിൽ ചില ആളുകൾ എത്തിപ്പെടും. എവിടെ? നിങ്ങൾ അർദലിൽ ഉംർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടും. എന്താണ് ആ അവസ്ഥയുടെ പ്രത്യേകത? പഠിച്ചു വെച്ചോ ഉപ്പമാരെ, പ്രായമുള്ള ആളുകളൊന്ന് മനസ്സിലാക്കിക്കോ. സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണാം, അല്ലാഹ് പറയുന്നു, നിങ്ങൾ പല കാര്യങ്ങളെ പറ്റിയും നിങ്ങൾക്ക് ധാരണയുണ്ടായതിനു ശേഷം ഇതൊന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ബാത്റൂമിൽ പോകണമെന്നറിയാമോ? അറിയാം. ബാത്റൂമിൽ പോകണമെന്നറിയാം. അതെപ്പോഴറിയാം? ചെറിയ പ്രായത്തിൽ അറിയാൻ പറ്റുമോ? പ്രസവിച്ച ഉടനെ നിങ്ങൾ ബാത്റൂമിൽ പോയാ? ഇല്ല. ഉമ്മയും ബാപ്പയും അതിനെ നിങ്ങളെ പാകപ്പെടുത്തിയെടുത്തു. ചെറിയ ചെറിയ പ്രായം കഴിഞ്ഞ് വന്നപ്പോ നിങ്ങൾ ബാത്റൂമിൽ പോയി മലമൂത്ര വിസർജനം ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളുടെ ചില ആളുകൾ തരംതാണ ആയുസിലേക്ക് എത്തപ്പെടും. എന്താണ് അതിന്റെ പ്രത്യേകത? നിങ്ങൾക്ക് വിവരം വന്നതിന് ശേഷം നിങ്ങൾക്കൊന്നും അറിയാത്ത അവസ്ഥ വരും. ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ കക്കൂസി പോകണമെന്ന് അറിയില്ല, കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനിച്ച്. പാമ്പെഴഞ്ഞു വന്നാൽ ചെറിയ കുഞ്ഞുങ്ങൾ കളിക്കും അതിനോടൊപ്പം, അല്ലേ? അതിന്റെ വിഷത്തെ പറ്റി, അതിന്റെ ഉപദ്രവത്തെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. തെരുവ് നായ വന്നാൽ അതിനോടൊപ്പം കളിക്കും. അതൊരു കൗതുകമാണ് കുട്ടിക്ക്. അത് ഉപദ്രവിക്കും, അത് കടിക്കും, അതിന് വിഷമുണ്ട്. ഈ പട്ടികൾക്ക് ചോദിക്കാൻ ചില ആളുകളുണ്ട് എന്നൊന്നും ആ കുട്ടിക്ക് അറിയില്ല. തെരുവ് നായകൾക്ക് ചോദിക്കാനും പറയാനും ആളുകളുണ്ട് എന്നറിയാത്തൊരു പ്രായം. നമുക്കോ ഇപ്പൊ അറിയാം, തെരുവ് പട്ടികൾക്ക് ചോദിക്കാൻ ചില പട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ നമുക്കിപ്പോ നല്ല ബോധമുണ്ട്. എന്നാൽ ഇനി ഒരു കാലം വരാനുണ്ട്, ആദ്യത്തെ അവസ്ഥ പോലെ നിങ്ങൾക്കൊന്നും അറിയാൻ കഴിയില്ല. പാമ്പ് വന്നാൽ അതെടുത്ത് നിങ്ങൾ തോളത്തിടും. നിങ്ങൾക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ ബാത്റൂമിൽ പോകണമെന്ന് അറിയാത്ത കാലം വരും. എവിടെ മൂത്രമൊഴിക്കണം, എവിടെ തുപ്പണം, ആരോടെന്ത് പറയണം, ഇതൊന്നും അറിയാത്തൊരു അർദൽ ഉംറ എന്ന കാലം വരും, പ്രായം വരും. അതിൽ നിന്ന് റബ്ബ് അല്ലാഹു നമ്മളെ കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും കാവലിനെ തേടി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അർദലിൽ ഉംറ, അർദൽ ഉംറയിലേക്ക് നീ എനിക്ക് എന്നെ എത്തിക്കല്ലേ തമ്പുരാൻ എന്ന് ദുആ ചെയ്യുമായിരുന്നു. 100-110 വയസ്സ് വരെ എന്നല്ല അതിന്റെ അർത്ഥമുള്ളതല്ല. 100 വയസ്സായ ആളുകളും ഇപ്പോഴും നന്നായിട്ട് ഓടിച്ചാടി നടക്കുന്നവരുണ്ട്, അല്ലേ? 100 വയസ്സായ ആളുകൾ ഇപ്പോഴും നന്നായിട്ട് നടക്കുന്ന ആളുണ്ട്. ഉഗാണ്ടയിൽ തബ്ലീഗ് ജമാഅത്തിന് പോയ ഒരു സംഘത്തെ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടു. എന്റെ നാട്ടുകാരാണ്. ഉഗാണ്ടയിൽ, ആഫ്രിക്കൻ രാജ്യമാണ്. ഉഗാണ്ടയിൽ പോയ ആളുകൾ അവര് വേറൊരു ആവശ്യത്തിന് എന്റെ വീട്ടിൽ എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ അവര് തബ്ലീഗിന്റെ പ്രവർത്തകരാണ്. ഉഗാണ്ടയില് അവര് തബ്ലീഗ് ജമാഅത്തിന് വേണ്ടി പോയിരുന്നു. അവിടെ നമ്മൾ അരി ആഹാരം കഴിക്കുമ്പോൾ അവിടത്തെ ആഹാരം ഒരു കായ, ഒരു പ്രത്യേക നമ്മുടെ വാഴക്കൊല പോലെ ഒരു പ്രത്യേക തരം കായ. കറി ഒരു പയറിന്റെ കറിയാണ്.
അവിടുത്തെ ബാത്റൂം എന്ന് പറയുന്നത് നമ്മളെ സൗകര്യം പോലെയല്ല. അവിടുത്തെ എയർപോർട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള എയർപോർട്ടാണ്. ഏതുപോലെ നമ്മളെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പോലെ അവിടുത്തെ എയർപോർട്ട്. അവര് പറയുന്നു ആ പ്രദേശത്തുള്ള ആളുകൾക്ക്, ആ ഉഗാണ്ട എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകം, അവർ കഴിക്കുന്ന ഭക്ഷണം ഈ പറയുന്ന രീതിയിലുള്ള ഭക്ഷണമാണ്. അവിടെ രണ്ട് പ്രത്യേകതകൾ കാണാൻ കഴിഞ്ഞു അത്ര പള്ളികളിൽ. പള്ളി എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം പള്ളിയാണ്, പാവങ്ങളാണ്. അവിടെ രണ്ട് തരം ആളുകളെ കാണാൻ പറ്റിയെന്ന്. ഒന്ന്, അവിടെ പള്ളിയിൽ കസേരയില്ല. പള്ളിയില് കസേരയില്ല. നമ്മൾ ഈ ആടും മട്ടനും ചിക്കനൊക്കെ അടിച്ചു കയറ്റിയിട്ടല്ലേ നമുക്ക് ഇരിക്കാനും നിൽക്കാനൊന്നും പറ്റാത്തത്. അവർ കഴിക്കുന്ന വാഴയ്ക്ക പോലുള്ള ഒരു പ്രത്യേക പഴവർഗം, കായ, അതാണ് അവര് നമ്മുടെ അരി ആഹാരം പോലെ അവർ കഴിക്കുന്നത്. ഒരു പയറിന്റെ കറി ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ കറി. അവിടെ പള്ളിയിൽ കസേരയില്ല. ഇന്ന് എല്ലാ പള്ളികളിലും കസേരയാണ്, എല്ലാ പള്ളികളിലും കസേര. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. ഈ കസേര, ഞാൻ ഒരിക്കലും ഇതൊരു വിവാദമാകണ്ട, എന്നെ സംബന്ധിച്ചിടത്തോളം ആയാലും പിന്നെ ഒന്നും ഇല്ലാന്ന് ചിന്തിക്കുന്ന ആളാ. ഈ കസേരയിരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ ഒരു കല്യാണത്തിന്റെ ഹാളിൽ പോകുന്ന പോക്കുകൾ കണ്ടിട്ടുണ്ടോ? കുതിര ചാടും പോലെ ചാടും. നല്ലത് തന്നെ നിങ്ങൾ ഇരുന്ന് നിസ്കരിക്കാനെങ്കിൽ നിങ്ങൾ പള്ളിയിൽ വരുന്നല്ലോ, അൽഹംദുലില്ലാ. ആരോഗ്യമുള്ള ചെറുപ്പക്കാര് പള്ളിയിൽ വരാതിരിക്കുമ്പോഴും പ്രായമുള്ള നിങ്ങൾ വന്നിട്ട് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നു, ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, ഈ കോവിഡ് സമയത്ത് വന്ന ഏറ്റവും വലിയ ഈ കോവിഡ് വന്ന സമയത്ത് എന്താണെന്നറിയോ, മുഫ്തിമാര് കൂടി, കുറെ മുഫ്തിമാര് കൂടി. ആ സമയത്താണല്ലോ ഈ യൂട്യൂബ് ചാനലൊക്കെ അധികരിച്ചത്. പെണ്ണുങ്ങളെ പച്ചക്കറി ഉണ്ടാക്കുന്നത്, കറി ഉണ്ടാക്കുന്നത്. ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കടലക്കറി എങ്ങനെ ഉണ്ടാക്കാം, പെണ്ണുങ്ങളുടെ പാചകം വേറ്റുന്നത്. പിന്നെ ഉസ്താദുമാർ അവിടെ ഇരുന്ന് കൊണ്ട് മന്ത്രവാദം ഇതിലൂടെ, ചാനലിലൂടെ, അതൊക്കെ മറ്റൊരു സൈസ്. അങ്ങനെ പല സൈസുകളും മുളപൊട്ടിയത് എപ്പോഴാണ്? കോവിഡിനാണ്. ഈ കോവിഡ് സമയത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞത്. പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. ഇവിടെ നമസ്കരിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് കസേരയില്ല, കസേരയിൽ നമസ്കരിക്കേണ്ട കാര്യമില്ല അവർക്ക്. അത് അവിടെ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകതയായി പറയാൻ. നമുക്ക് പിന്നെ കാലും കൈയും അനങ്ങാത്തൊരവസ്ഥ വരും. അത് 100, 120 വയസ്സ് വരെ പോയാൽ മാത്രമേ ഉണ്ടാകൂ എന്നല്ല. ചിലപ്പോ 55 വയസ്സിൽ വരും, ചിലപ്പോ 40 വയസ്സിൽ വരും. ഒരു മനുഷ്യന്റെ ബുദ്ധി അനുസരിച്ചാണ്. അള്ളാഹു നമ്മളെ അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു മനുഷ്യന് ആയുസ് നാം നീട്ടിക്കൊടുത്താൽ ആ ആയുസ്സിൽ അവന്റെ സൃഷ്ടിപ്പിനെ തലകീഴായി മറിക്കുന്നതാണ്. അഫലാ യഖിലൂ, അവനൊന്ന് ചിന്തിക്കുന്നില്ലേ? അവനൊന്ന് ചിന്തിക്കാത്തതെന്താ? സഹോദരങ്ങളെ, പടച്ചവന്റെ ചോദ്യമാണത്. അതുകൊണ്ട് ആരോഗ്യം എന്തെന്നറിയാൻ, അല്ലാഹു തന്ന ആരോഗ്യത്തിന്റെ മൂല്യമറിയാൻ, അതിന്റെ വിലയറിയാൻ, അതിന്റെ പദവി അറിയാൻ, മാസത്തിലൊരിക്കലും നീ ഒരു ആശുപത്രി സന്ദർശിക്കണമെന്ന ചുരുക്കി പറയട്ടെ. മൂന്നാമതായി പറയപ്പെടുകയാണ്, നീ പൂന്തോട്ട സന്ദർശിക്കണം. മർറത്തും ഫിൽ ഉസ്ബൂഇ, ആഴ്ചയിൽ ഒരു വട്ടം നീ പൂന്തോട്ടം കാണണം. എന്തിനാണ്? ഈ പ്രകൃതിയുടെ സൗന്ദര്യം നിനക്കൊന്ന് കാണാൻ. അള്ളാഹുവിന്റെ സൗന്ദര്യമുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രകൃതിയുടെ സൗന്ദര്യമുണ്ടല്ലോ. ഈ പ്രകൃതി എത്ര മനോഹരമാക്കിയ അല്ലാ, പച്ചപ്പട്ട് വിരിച്ചതുപോലെ ഭൗമോപരിതലത്തെ പടച്ച അല്ലാ, ഈ പടച്ചവന്റെ ഈ സൃഷ്ടിപ്പിന്റെ വൈഭവത്തെ തിരിച്ചറിയാൻ ആഴ്ചയിൽ ഒരു ദിവസം നീ ഒന്ന് പൂന്തോട്ട സന്ദർശിക്കണമെന്ന് മുസ്തഫ സബായി പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒരൊറ്റ ആയത്ത് മതി പ്രകൃതിയുടെ സൗന്ദര്യം അറിയാൻ. ഒരൊറ്റ ആയത്ത് മതി പ്രകൃതിയുടെ സൗന്ദര്യം അറിയാൻ. എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുളവിന്റെ തൈ കിട്ടി, മണ്ണെടുത്തു, ഒരു ചെറിയ ബാഗിനകത്ത് മണ്ണിട്ടു, മുളകിന്റെ തൈ നിങ്ങൾ പാകി.
വെണ്ടയുടെ കിട്ടി. അതുപോലെ തന്നെ വ്യത്യസ്തമായ നിലയിലുള്ള പല വിത്തുകൾ നിങ്ങൾക്ക് കിട്ടി. അത് കൊണ്ടുവന്ന് മണ്ണ് ഒരേ സ്ഥലത്ത് നിന്ന് മണ്ണെടുത്തിട്ട് വിവിധ ഭാഗങ്ങളിലാക്കിയിട്ട് നിങ്ങൾ അതിന്റെ ആ വിത്തുകൾ അതിൽ പാകി, എന്നിട്ട് വെള്ളം ഒഴിച്ചു. നിങ്ങൾ അതിനെ ചേർത്ത് വെച്ചു. ഇത് മുളച്ചു പൊന്തുമ്പോ മുളകിന്റെ സ്വഭാവം കാണിക്കും, അമരയ്ക്ക അതിന്റെ സ്വഭാവം കാണിക്കും, വെണ്ടക്ക അതിന്റെ സ്വഭാവം കാണിക്കും, തക്കാളി അതിന്റെ സ്വഭാവം കാണിക്കും, അതിന്റെ നിറം കാണിക്കും. ഏതെങ്കിലും ഒരാള് നടുന്നത് അടുത്തടുത്താണ് എന്നതിന്റെ പേരില് ഏതെങ്കിലും ഒരു മുളക് മരത്തില് വെണ്ടയ്ക്ക പിടിച്ചോ? ഇല്ല. എല്ലാത്തിനും മണ്ണൊന്നാണ്, ഒഴിക്കുന്ന വെള്ളം ഒന്നാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഅദ് അല്ലാഹു പറയുകയാണ്, വഫിൽ അർളി ഖിതഉന മുതജാവിറാതുൻ വജന്നാതുൻ മിൻ അഅനാബിൻ വസറഉൻ വനഖീലുൻ സിൻവാനുൻ വഗൈറു സിൻവാൻ യുസ്ഖാ ബിമാഇൻ വാഹിദ് വനുഫല്ലിലു ബഅലഹാ അലാ ബഅൻ ഫിൽ ഉഖൽ. അല്ല പറയുകയാണ്, ചേർന്ന് കിടക്കുന്ന കണ്ടങ്ങൾ ഭൂമിയിലുണ്ട്. ചേർന്ന് കിടക്കുന്ന കണ്ടങ്ങൾ, പല കണ്ടങ്ങളും ചേർന്ന് കിടക്കുകയാണ്. ഒന്നില് വാഴ വരുന്നു, ഒന്നില് കവുങ്ങ് വരുന്നു, ഒന്നില് തെങ്ങ്, ഇതെല്ലാം ചേർന്ന് കിടക്കുകയാണ്. വേലി കെട്ടിയിട്ടില്ല, ഒരേ മണ്ണിന്റെ വിവിധ കണ്ടങ്ങളാണ്. അല്ലാഹു പറയുന്നു, അല്ലാഹു പറയുകയാണ്, ഈ ഈത്തപ്പനയാലുള്ള തോട്ടങ്ങൾ, അതുപോലെ തന്നെ മറ്റ് കൃഷികൾ, മുന്തിരിയുടെ തോട്ടങ്ങളുണ്ട്, കൃഷിയുണ്ട്. അല്ല പറയുന്നു, ഈത്തപ്പനയുണ്ട്, സിൻവാനുൻ വഗൈറു സിൻവാൻ, ഒരു കൊലയിലുള്ളതും അതുപോലെ വ്യത്യസ്തമായ കൊലകളിലുള്ളതായ ഈത്തപ്പനകളെ കൃഷിപ്പാടങ്ങളും അതുപോലെ തന്നെ മുന്തിരി തോട്ടങ്ങളുമുണ്ട്. കണ്ടിട്ടില്ലേ മനുഷ്യ? യുസ്ഖാ ബിമാഇൻ വാഹിദ്, ഒരു വെള്ളമാണ് അതിൽ നനയ്ക്കുന്നത്. വനുഫല്ലിലു ബഅലഹാ അലാ ബഅലിൻ ഫിൽ ഉഖൽ, എന്നാൽ അതിന്റെ രുചി വ്യത്യസ്ത, നിന്റെ രുചിയേക്കാൾ അടുത്തതിന് രുചി കൂടുതലാണ്. ഇതെന്തിനാണ് അല്ലാഹു ഇങ്ങനെ തന്നതെന്നറിയോ? ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഖിലൂൻ, ചിന്തിക്കുന്നവർക്ക് ഇതിലെ ദൃഷ്ടാന്തമുണ്ടെന്ന് സൂറത്തുർ റഅദിലൂടെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എവിടെയെങ്കിലും സഹോദരങ്ങളെ വാഴ നട്ടപ്പോൾ അതിൽ തേങ്ങ പിടിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തേ അങ്ങനെ സംഭവിക്കാത്തത്? അല്ല പറയുകയാണ്, ഒഴിക്കുന്ന വെള്ളം ഒന്നാണ്, പക്ഷെ ഖിതഉം മുതജാവിറാത്ത്, പരസ്പരം അടുത്ത് കിടക്കുന്ന കണ്ടങ്ങളാണ്. അതിൽ ഈത്തപ്പനയുണ്ട്, മറ്റ് കൃഷികളുണ്ട്, അതുപോലെ തന്നെ മുന്തിരിത്തോട്ടമുണ്ട്. എല്ലാത്തിനും ഒഴിക്കുന്ന വെള്ളം ഒന്നാണ്, പക്ഷെ തരുന്ന ഫലം വ്യത്യസ്തമാണ്. അള്ളാഹുവിന്റെ അത്ഭുതമല്ലേ ഇത്? ചെടി നടണം. അതുകൊണ്ടാണ് ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലോകാവസാനത്തിന്റെ വിളി വരുന്നു, ലോകാവസാനത്തിന്റെ വിളി വരുന്നു. ആ നശീകരണായുധത്തിൽ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊതുന്ന സമയത്ത് നിന്റെ കൈവശം ഒരു ചെറിയ തൈ ഉണ്ടെങ്കിൽ മണ്ണ് മാറ്റിയിട്ട് നീ അതിനെ നട്ടുപിടിപ്പിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും നല്ല ഏറ്റവും വലിയ പ്രകൃതി സൗന്ദര്യത്തിനെ ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത, പ്രകൃതി സൗരഭ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിന്റെയും വലിയ ഒരു ദിശാബോധം നൽകി ഈ ഉമ്മത്തിനെ ഏറ്റവും ഉദാത്തമായ നിലയിലേക്ക് കൊണ്ടുപോയ കാരുണ്യത്തിന്റെ പ്രവാചകൻ, ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതി സ്നേഹി നബി മുഹമ്മദ് മുസ്തഫ. ഒരിക്കലും നിങ്ങൾ മാവിലും വൃക്ഷങ്ങളിലും നിങ്ങൾ കല്ലെറിയരുത് എന്ന് പഠിപ്പിച്ച്, നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോ ഒരു യുദ്ധം മുതലെന്ന പേരിൽ ഒരു ശത്രുവിന്റെയും വൃക്ഷത്തിന്റെ ശിഖരങ്ങളെ നശിപ്പിക്കരുത്.
എന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്നാൽ അവനോട് യുദ്ധം ചെയ്യാൻ പോവല്ലേ? അവന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാ മരങ്ങളെയും നശിപ്പിച്ച് കളയാം പറ്റില്ല. ഇസ്ലാം അനുവാദം തന്നിട്ടില്ല, നശിപ്പിക്കരുത്. സൂറെന്ന കാഹളത്തിൽ ഊതാൻ പോകുന്നു, നിമിഷ നേരം കൊണ്ട് ലോകം അവസാനിക്കും. എന്നാലും ഇത് തിന്നാൻ ആരുമില്ല, വെള്ളമൊഴിക്കാൻ ആരുമില്ല, ഇത് വളർന്നു വരില്ല. ഏതാനും നിമിഷങ്ങൾക്കകം സർവ്വതും നശിക്കാൻ പോകുന്നു. അതൊന്നും നീ അറിയണ്ട, നീ പെട്ടെന്ന് ആ തൈ മണ്ണിലേക്ക് ചേർത്തു വെക്കെന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ പ്രവാചകൻ, ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതി സ്നേഹി നബി മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ടാണ്? സൗന്ദര്യമാണ് വീട്ടുമുറ്റത്ത് ചെടികൾ നട്ടുപിടിപ്പിക്കണം. ഈ സ്വർഗത്തിൽ പോയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അത് പഠിച്ചോളി, ഉറങ്ങരുത്. സമയത്തിനായി 11 മണിയാകുമ്പോൾ ഇനി ആകെ ദുആയും എല്ലാം കൂടെ അരമണിക്കൂറേ ഉള്ളൂ. ഞാൻ അവസാനിപ്പിക്കാൻ. സ്വർഗത്തിൽ പോയാൽ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്വർഗത്തിൽ പോയാൽ ആഗ്രഹിക്കുന്നത് ഏതെന്നറിയോ? ഏതാ? അല്ലാഹുവേ, ഞാനൊരു ചെറിയ ജുവല്ലറി നടത്തിക്കോട്ടെ എന്ന് ആരും സ്വർഗത്തിൽ പോയാൽ ചോദിക്കൂല. അല്ലാഹുവേ, ഞാനൊരു ഡ്രൈവറായിരുന്നു, അതുകൊണ്ടൊരു വണ്ടി ഓടിച്ചെങ്കിൽ കൊള്ളാം, ആരും അവിടെ അത് ചോദിക്കൂല. ആരും ചോദിക്കില്ല. അല്ലാഹു, ഞാനൊരു അധ്യാപകനായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് കുട്ടികളെത്താൻ ഞാനൊന്ന് പഠിപ്പിക്കട്ടെ, ആരും അവിടെ അത് ചോദിക്കില്ല. ചോദിച്ചാലോ നിനക്ക് തരും, വലക്കും തസ്തഹിയം പുസുഖം, മനസ്സ് കൊതിക്കുന്ന ഒക്കെ നിനക്ക് അവിടെ കിട്ടും. പക്ഷെ ആരും അത് ചോദിക്കൂല. എന്താ ആളുകൾ ചോദിക്കുന്നത്? അല്ലാഹുവേ, ഞാനൊരു ചെടി നട്ടോട്ടെ, ഞാനൊരു ചെടി നട്ടോട്ടെ ചോദിക്കുമെന്നാണ്. അല്ലാഹു അനുവാദം കൊടുക്കുന്നു. അല്ലാഹു അനുവാദം കൊടുക്കുന്ന ഹദീസാണിത്. ആ സമയത്തവന് സ്വർഗത്തിന്റെ മനോഹരമായ മണ്ണ് മാറ്റിയിട്ട് ആ മണ്ണിലാ ചെടി അവന് കുഴിച്ചു വെക്കുമ്പോ, മണ്ണിട്ട് മൂടുമ്പോ ഇതാ വളരാൻ തുടങ്ങുന്നു. വളർന്നാലോ അതിന്റെ കായ്ക്കനികൾ ഇതാ താഴോട്ട് കിടക്കുകയാ. മനോഹരമായ ഫലവർഗങ്ങൾ നിനക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് അല്ലാഹു തരികയാണ്. മുസ്ലിമേ, സ്വർഗത്തിൽ പോയാലും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഒരു ചെടി നടാനാണ്, ഒരു വൃക്ഷത്തൈ നടാനാണ്. എന്തുകൊണ്ടാണ്? അല്ലാഹു തആല മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് അല്ലാഹുവിന്റെ പ്രകൃതിയെ ആസ്വദിക്കാനുള്ള ഭാഗ്യമത്രേ. അതുകൊണ്ടാണ് പറയുന്നത്, സുറിൽ ഹദീഖ, നീ പൂന്തോട്ടം കാണണം. എപ്പോഴാണ്? മറത്തും ഫിൽ ഉസ്ബുഇ, ആഴ്ചയിൽ ഒരു വട്ടം. വീട്ടില് 10-15 സെന്റ് വസ്തു ഉണ്ടെങ്കിൽ വെറുതെ ഇട്ടിരിക്കരുത്. ഫിഖ്ഹിന്റെ നിയമം എന്താണെന്നറിയോ? പുരയിടം വെറുതെ ഇട്ടിരിക്കുന്നവനെ പിടിച്ചു പറിച്ചിട്ട് കൃഷി ചെയ്യണമെന്നാണ്. നാളെ ഇനി ആരും പിടിച്ചു പറിക്കാൻ പോണ്ട. ചില കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ എടുക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും തരിശു ഭൂമിയെ ഒരിക്കലും അങ്ങനെ തന്നെ ഇട്ടേക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. കൃഷി ചെയ്യണം, കൃഷി ചെയ്യണം. നമുക്ക് തിന്നാൻ കഴിയണ്ട. നമുക്കത് ചില ആളുകൾ പറയും, നമ്മളെ നട്ടിട്ടും കാര്യമൊന്നുമില്ല ഉസ്താദേ, ഒന്നും നമുക്ക് കിട്ടൂല. എന്താ ചെയ്യാ? കുരങ്ങൻ കൊണ്ടുപോകും, കിളി കൊണ്ടുപോകും. അത് നിനക്ക് സ്വതക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചില സ്ഥലങ്ങളിൽ എന്തെങ്കിലും നട്ടാൽ തേങ്ങ പറിച്ചോണ്ട് പോകാൻ കള്ളന്മാരുണ്ട്, റംബൂട്ടാൻ പറിച്ചോണ്ട് പോകാൻ കള്ളന്മാരുണ്ട്, വാഴക്കൊല വെട്ടിക്കൊണ്ടുപോണ കള്ളന്മാരുണ്ട്. നീ നിന്റെ കൃഷിയിൽ നീ നട്ടുപിടിപ്പിച്ചതിൽ നിന്ന് ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയാൽ അത് നിനക്ക് സ്വതക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ വേണ്ടത്? പക്ഷികൾ കൊത്തിത്തിന്നു കൊണ്ടുപോയാൽ, മൃഗങ്ങൾ പിടിച്ചു തിന്നുകൊണ്ടുപോയാൽ, മോഷ്ടാക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോയാൽ നിനക്കതിന് സ്വതക്കയുടെ കൂലി കിട്ടുമെങ്കിൽ നീ എന്തിനു മടിക്കണം? എന്താണ് അതിന്റെ ഒക്കെ പിന്നിലുള്ള യുക്തി? സുരിൽ ഹദീഖ, നീ പൂന്തോട്ടം നട്ടുപിടിപ്പിക്കണം, പച്ചക്കൃഷി ചെയ്യണം, പച്ചക്കറി കൃഷി ചെയ്യണം. എന്തിനാണ്? ഈ നമ്മുടെ വീടുകളില് ഞാൻ പറഞ്ഞല്ലോ, കോവിഡിന് കുറെ കാര്യങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോവിഡ് സമയത്ത് ഉണ്ടായ ഒരു കാര്യം. എല്ലാവരും വീട്ടിലും മണി പ്ലാൻ എന്നും പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ടാക്കിയില്ലേ? കാട് പോലെയാക്കി. എല്ലാം തിരിച്ചു വന്നിരിക്കുക. പഴയ കാലം മുഴുവനും തിരിച്ചു വന്നിരിക്കാൻ. എങ്ങനെ? എല്ലാ കടകളിലും ചൈനീസ് ഫുഡ് വന്നു, അറേബ്യൻ ഫുഡ് വന്നു, കുഴിമന്തി വന്നു, എന്തൊക്കെ പേരുകളാ, കൊണ്ടാട്ടം, ഓടിച്ചിട്ട് പിടിച്ചത് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വന്നു. ഇപ്പൊ അവരൊക്കെ മടുത്തു. എല്ലാരും പോകുന്ന ഇവിടെ പഴങ്കഞ്ഞിക്കട. പഴങ്കഞ്ഞിക്കടയിൽ പഴങ്കഞ്ഞി കുടിക്കാൻ പോവാൻ.
അടുപ്പിലെ വിറകടുപ്പിലെ ചായ അത് കുടിക്കാൻ പോവാൻ വീട്ടിലെ ഊണ് എന്നാ നീ വീട്ടിൽ നിന്നല്ലേ വരുന്നത്, എന്നാലും പുറത്തിറങ്ങിയാൽ നിനക്ക് വീട്ടിലെ ഊണ് കഴിക്കാൻ ആഗ്രഹം. ഈ നിലയ്ക്ക് മനുഷ്യനെല്ലാം പഴയ അവസ്ഥയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുമ്പോ സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ വീടിന്റെ പറമ്പിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കണം. അത് നമ്മൾ കഴിച്ചാൽ എന്ത് ബറക്കത്താൻ. ഒരു കെമിക്കൽ ഇല്ലാത്തത് കിട്ടും. നമ്മുടെ മക്കൾക്ക് വാപ്പ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ പുരയിടത്തിലുണ്ടായത് അത് കൊടുത്താൽ എത്ര മനോഹരമായവരെ കഴിക്കും. ഇതൊന്നുമല്ലെങ്കിൽ ഏതെങ്കിലും കള്ളന്മാരത് മോട്ടിച്ചു കൊണ്ടുപോയാൽ, പക്ഷികൾ കൊത്തിത്തിന്നാൽ അത് നിനക്ക് സദഖയാണെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടിന് പൂന്തോട്ടമാക്കിക്കോ. കാണുമ്പോ എത്ര മനോഹരമാണ്. പച്ചക്കറി കൃഷി നിങ്ങൾ നടത്തിക്കോ. എന്തിനാണ് തഅരിഫ ഫളലല്ലാഹി അലൈക ഫീ ജമാലി തബഇയാ, പ്രകൃതി സൗന്ദര്യം നിനക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. വീടിന്റെ മുന്നിൽ റോസാ തൈ നിൽപ്പുണ്ട്, അതുപോലെ തന്നെ മുല്ലപ്പൂവിന്റെ തൈ നിൽപ്പുണ്ട്, അതുപോലെ പൂക്കളുടെ തൈ നിൽക്കുകയാണ്. സഹോദരിമാരെ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നിനെന്തേ റോസ് നിറം അല്ലാഹു കൊടുത്തു, ഒന്നിനെന്തേ പടച്ചതമ്പുരാ വെളുത്ത നിറം കൊടുത്തു, ഒന്നിനെന്തേ പടച്ചതമ്പുരാന് വയലറ്റ് കൊടുത്തു, ഒന്നിനെന്തേ അല്ലാഹു തആല ചുവപ്പ് കൊടുത്തു. എല്ലാത്തിനും ഒഴിക്കുന്നത് ഒരേ വെള്ളമല്ലേ? എല്ലാം നട്ടുപിടിപ്പിച്ചതും ഒരേ മണ്ണിൽ നിന്നല്ലേ? അതാണ് അല്ലാഹു പറഞ്ഞത്. സഹോദരങ്ങളെ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇനി നാലാമത് കാര്യം ഞാൻ പറയട്ടെ. സുരിൽ മക്തബ, നീ ഒരു മദ്രസയിൽ പോകണം, നീ ഒരു ലൈബ്രറി കാണണം. എന്തിനാണ്? മറത്തും ഫിൽ യൗമി, ദിവസം ഒരിക്കലെങ്കിലും നീ എവിടെ പോകണം? നീ ഒരു ലൈബ്രറിയിൽ സന്ദർശനം നടത്തണം. നീ ഒരു കുത്തുബ്ഖാനയിൽ പോകണം. നീ ഒരു മദ്രസയിൽ പോകണം. മക്തബ എന്ന് പറഞ്ഞാൽ വിശാലമായ അർത്ഥമാണ്. മദ്രസ നീ പോകണം. അവിടുത്തെ കുട്ടികൾ ഓതി പഠിക്കുന്നത് നീ കാണണം. അപ്പോഴോ തഅരിഫ ഫളലല്ലാഹി അലൈക ഫിൽ അഖ്ലി, നിനക്ക് അല്ലാഹു തന്ന ബുദ്ധി സാമർത്ഥ്യം നിനക്ക് തിരിച്ചറിയാൻ കഴിയും. അല്ലാഹു നിനക്ക് തന്ന ബുദ്ധി സാമർത്ഥ്യം നിനക്ക് തിരിച്ചറിയാൻ കഴിയും. ചെറുപ്പക്കാരെന്ന് വലിയ ബുദ്ധിയുള്ളവരാണ്, പഠിക്കാൻ താല്പര്യമുള്ളവരാണ്, എല്ലാവരും നല്ല ഉയരങ്ങളിൽ എത്തണമെന്ന് കൊതിക്കുന്നവരാണ്. ആ ഒരു നിലയിലേക്ക് കുട്ടികൾ എത്തിപ്പെട്ടു. നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ആകെ 1 or 2 ബുക്ക് മാത്രമാണ് കയ്യിലുള്ളത്. ഇന്നത്തെ മക്കൾ LKG പോകുന്ന മക്കൾ, പ്ലേ സ്കൂളിൽ പോകുന്ന മക്കൾ, അവർക്ക് 3 നേരം ഭക്ഷണവുമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എടുക്കാൻ പറ്റാത്ത വീട്ടിലെ ഉമ്മമാരാണ് കുട്ടികളുടെ സ്കൂൾ ബാഗ് കൊണ്ടുവന്ന ആയമാരെ ഏൽപ്പിക്കുന്നത്, ബസ്സിൽ കയറ്റി വിടുന്ന ആന്റിമാരെ ഏൽപ്പിക്കുന്നത്, അല്ലേ? കാരണം അത്രയും വെയിറ്റ് കുട്ടികൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. ആ നിലയിൽ ഇന്ന് കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ബുദ്ധി വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് സുരിൽ മക്തബ, നീ വല്ലപ്പോഴും ഒരിക്കൽ പോരാ, ദിവസത്തിൽ ഒരു ദിവസം, ഒരു സമയം, മറത്തും ഫിൽ യൗമി, ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും സുരിൽ മക്തബ, നീ ആ ലൈബ്രറി ഒന്ന് കാണേണ്ടതുണ്ട്. ലിതഅരിഫ ഫളലല്ലാഹി അലൈക ഫിൽ അഖ്ലി, അല്ലാഹു നിനക്ക് തന്ന ബുദ്ധി സാമർത്ഥ്യത്തെ ഒന്ന് തിരിച്ചറിയാൻ. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ എന്താണെന്നറിയോ? സൂറത്ത് യൂനുസിൽ അല്ലാഹു പറയുകയാണ്, വമിൻഹും മൻ യസ്തമിഊന ഇലൈക അഫ അൻത തുസ്മിഉ സുമ്മ വലൗ കാനൂ ലാ യഅഖിലൂൻ. അല്ല പറയുകയാണ്, ചില ആളുകളുണ്ട് അങ്ങയോട് ശ്രദ്ധിച്ചിരിക്കും ആളുകൾ, പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കും, അങ്ങ് ഖുർആൻ ഓതുമ്പോ ശ്രദ്ധയോടെ കേട്ടിരിക്കും. പക്ഷെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന അവര് കേട്ടിരിക്കും. ചില ആളുകൾ വഅദ് കേൾക്കാൻ വന്നാൽ നമ്മൾ നോക്കുമ്പോ അങ്ങനെ കൃത്യമായി ഉണർന്നിരുന്ന് കേൾക്കുന്നു ചിന്തിക്കും. പക്ഷെ അവർ ഉറങ്ങാൻ, അവർ ശ്രദ്ധിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അങ്ങയിലേക്ക് ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കുന്നത്, ശ്രദ്ധയോടെ കേൾക്കുന്നത് അങ്ങക്ക് കാണാം. പക്ഷേ ബദിരന്മാരെന്നൊക്കെ കേൾപ്പിക്കാൻ കഴിയോ നബിയെ? ചിന്തിക്കാത്തവരങ്ങക്ക് കേൾപ്പിക്കാൻ കഴിയോ?
പറ്റില്ല. സഹോദരങ്ങളെ, ഖുർആൻ ഓതുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊന്ന് പഠിക്കാൻ, അതൊന്ന് കേൾക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം. അത് നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്ന ആ ബുദ്ധിയുടെ വൈഭവം നമ്മളൊന്ന് തിരിച്ചറിയാൻ, നമുക്ക് അല്ലാഹു തന്ന ബുദ്ധി സാമർഥ്യം ഒന്ന് തിരിച്ചറിയാൻ, അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഗ്രന്ഥങ്ങൾ വായിക്കണം. ഇത് അത്യാവശ്യമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.